മംഗലാംകുന്ന് അയ്യപ്പന്റെ മരണം ഇന്നലെ ആനപ്രേമികൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ അയ്യപ്പനെ പറ്റി ഓർക്കുമ്പോ അയ്യപ്പനെ കുറിച്ച് എന്താ തോന്നുന്നു? അയ്യപ്പനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ആദ്യം വലിയ ഒരു ചെറിയ ആനയായിരുന്നു. പിന്നെ ഇവിടെ വന്ന ആനയൊക്കെ വളരെ നന്നായി, നല്ല ആനയായി. ഈ അയ്യപ്പൻ മരിക്കേണ്ട കാലമൊന്നും ആയിട്ടില്ല, അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ല. എന്തോ അതിന് സുഖമില്ലാതെ അങ്ങനെ മരിച്ചു. ഞാനും പോയിരുന്നു, കണ്ടു. പോയത് വലിയൊരു വിഷമാണ് എല്ലാവർക്കും. അവരവരുടെ മുതൽ അവരൊക്കെ എന്നല്ല എല്ലാവർക്കും. കാരണം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നിറഞ്ഞ ആനയായിരുന്നു. എല്ലാം കൊണ്ടും ബീഹാർ ആനയെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണാനും ഒരു വൃത്തിയുള്ള ആന. ആദ്യകാലത്ത് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാക്കി, പിന്നെ അവൻ ശാന്തനായി. ആദ്യകാലത്ത് കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു 10-18 വയസ്സാവുന്നവരെ നീരാവുന്നവരെ ആനോളെ വല്ല കുഴപ്പമുണ്ടാക്കി അതൊരു കേടിയാനാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 10-22 വയസ്സൊക്കെ ആവണം ആനോളെ ഒരു ഇരിപ്പ്. ഒരു 10-25 വയസ്സായാലാണ് ആ നീരെ കുറച്ച പിന്നെ ആനോളം അങ്ങനെ വഴക്കൊന്നുമില്ലല്ലോ. അതുമാതിരി ആന അന്നത്തെ കാലത്ത് കുറച്ച് വഴക്കുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല നല്ല നിലയ്ക്ക് വന്നായിരുന്നു. ഇപ്പം എന്തോ ആന പാതരോഗമാണെന്ന് പറഞ്ഞു. ഞാൻ പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. പോയത് നമ്മുടെ നാട്ടിലേക്ക് തന്നെ നല്ലൊരു പോക്കാണ്, നല്ലൊരു ആനയായിരുന്നു. കാരണം കാശുണ്ടെങ്കിലും അങ്ങനെയുള്ള മുതലിനെ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്, കാശുണ്ടാവും, അങ്ങനത്തെ ഉള്ള മുതൽ പോയാൽ നമുക്ക് അവർക്കല്ല നാട്ടിലേക്കും കൂടി ഒരു പോക്കാണ്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ആനയായിരുന്നു. ഞാനും പോയി കണ്ടു. ഈ പാപ്പ ശശിയേട്ടൻ ആന ഇന്ന് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് പോണത്. ശശിയേട്ടൻ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ആന. നല്ല രീതിയിൽ അവൻ താമസിച്ചതിന്റെ ശേഷം നല്ല രീതിയിൽ നല്ല ഇതായിട്ടില്ല കൊണ്ടുവന്നായിരുന്നു. പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇപ്പം അവൻ ഒഴിവായി പോയി എന്ന് പറഞ്ഞു കേട്ടോ. ഒഴിവായി പോയി ഞാനങ്ങനെ എപ്പോഴെങ്കിലും വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പോകും, അങ്ങനെ അങ്ങോട്ടേക്കുന്നതല്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ആന തിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് പോയത്, കാണാൻ പോയത്. ഈ പലരും ഈ മംഗലാംകുന്ന് അയ്യപ്പന് ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയത് ഈ മരിച്ചപ്പോഴാണ്. നമ്മൾ അല്ല, ഈ പുറത്തൊക്കെ ഉള്ള ആളുകൾ പലരും ചോദിച്ചു ആനയുടെ ഒരു കൊമ്പ് എവിടെയെന്ന്. ഈ ആനയുടെ ഒരു കൊമ്പ് കഷ്ടപ്പെട്ട കഥ എങ്ങനെയാണ്? അത് 2 കൊമ്പ് ഉണ്ടായിരുന്നു. അത് 2 കൊമ്പ് ഉണ്ടായിരുന്നപ്പോ ഒരു കൊമ്പ് മുറുക്കിയായി. കൊമ്പ് വളർന്നാൽ മുറിച്ചെടുക്കുക. അന്നത്തെ പഴയ കാലത്ത്, അന്ന് ഫോറസ്റ്റുകാരും ഒന്നും വരില്ലൊന്നുമില്ല. പഴയ കാലത്ത് നമുക്ക് മുറിച്ച് വെക്കാം. അപ്പൊ ആ നിയമൊക്കെ പോയി. പിന്നെ ഫോറസ്റ്റുകാർ വരണം. ആ മുറിക്കുന്ന കാലത്ത് അത് ലേശന്തോ കയറ്റി മുറിച്ചു. അതില് പഴുപ്പ് കയറിയിട്ട് പോയതാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് അവര് മുറിയിൽ ലേശന്തോ ഇതായി, അതിലെന്തോ തുള വന്നു. അങ്ങനെയാണ് അതിന്റെ തുടക്കം ഉണ്ടായത്. അങ്ങനെ പോയതാണെന്നാണ് പറയണത്. അല്ലാതെ അവർ കൽപ്പിച്ചുകൂട്ടി അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ലേശം അങ്ങോട്ടൊക്കെ തെറ്റിയ അത് പിന്നെ ഈ ചോര കണ്ടു അത് എന്തെങ്കിലും ഈ രക്തം കണ്ട ഈ ഇരുമ്പ് പഴിപ്പിച്ച് വെക്കുക അതൊക്കെ ചെയ്യുന്നത് അപ്പം തലിക്കാരം അവർക്കും. പിന്നെ അത് അങ്ങനെ എന്തോ ഈച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നാശമായതാണ്. അതിന് 2 കൊമ്പും ഉണ്ടായിരുന്നു. പിന്നെ ആ 2 കൊമ്പും പിന്നെ മംഗലാംകുന്ന് അയ്യപ്പൻ എന്നുള്ള ഒറ്റക്കൊമ്പെന്നുള്ള പേര് വന്നില്ല. കാരണം അത് ശശി ഏത് സമയത്തും കൊമ്പ്, ഒറ്റക്കൊമ്പെന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്തും കൊമ്പ് ഉണ്ടാവുക. എനിക്ക് കണ്ടാ തോന്നില്ല. ഒരേ കൊമ്പുണ്ടായ 2 കൊമ്പ് ഒരേമാതിരി നല്ല വൃത്തിയിൽ കൊണ്ടുവന്നായിരുന്നു. ഒറ്റക്കൊമ്പെന്നുള്ള പേര് വന്നില്ല. മംഗലാംകുന്ന് അയ്യപ്പൻ തന്നെയായിരുന്നു. ശശിയേട്ടൻ ഇഷ്ടമല്ലായിരുന്നു ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്നത്? ശശിയേട്ടൻ അവനെ ഒറ്റക്കൊമ്പൻ എന്ന് അറിയപ്പെടുന്നത് ഇഷ്ടമല്ലായിരുന്നു? ഇല്ല. ഒറ്റക്കൊമ്പെന്ന് ഒരു പഴയ പറയുകയാണെങ്കിൽ ഒറ്റക്കൊമ്പെന്ന് അറിയാം, പെട്ടെന്ന് പറയും. ഒറ്റക്കൊമ്പെന്നുള്ള പേര് വന്നില്ല. ആർക്കും അറിയാവുന്നവർക്കേ അറിയൂ, മറ്റുള്ളവർക്ക് അറിയില്ല. അങ്ങനെയായിരുന്നു. അത് ഈ മരിക്കുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. പുറത്തൊക്കെയുള്ള ദൂരക്കാർക്കൊന്നും അങ്ങനെ അറിയില്ല. ഈ ആനപ്രേമികൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും അറിയാന്നല്ലാതെ മറ്റുള്ളവർക്കൊന്നും അറിയില്ല. ഈ മംഗലാംകുന്ന് ഗണപതി, മംഗലാംകുന്ന് കമ്മൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, ഈ 3 ആനകളാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ആനകൾ. ആദ്യം അവരുടെ അഡ്രസ് മംഗലാംകുന്ന് ഗണപതിയാണ്. അത് ആദ്യം പോസം കമ്പനിയിലായിരുന്നു. പോസം കമ്പനിയിൽ നിന്ന് ബാബു അമ്പൂരി മേടിച്ചു. സിനിമാനടൻ ബാബു അമ്പൂരി എന്നാണ് ഇവര് മേടിക്കണം. ഇവര് കുറച്ചു കാലം പാട്ടത്തിനെടുത്തു. പിന്നെ പാട്ടത്തിനെടുത്ത് ബാബു അമ്പൂരി കൊടുക്കാതെ പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ കച്ചവടം ചെയ്തു. അതിനോട് ലേശം തെറ്റിയിട്ട് പിന്നെ ഇവരിനെ എടുക്കുക ചെയ്തത്, മംഗലാംകുന്നുകാരനെ എടുക്കുക. അവർ ആനയുടെ മംഗലാംകുന്ന് ഗണപതി എന്നുള്ള പേര് വന്നത് ഗണപതി ആന വന്നതിൻ്റെ ശേഷമാണ്. പിന്നെ അവര് പല ആനകളും നല്ല നല്ല ആനകളും പിന്നെ ഒരു
TRC ആന എന്ന് പറഞ്ഞൊരു ആനയെ വാങ്ങി തൃശ്ശൂരിൽ നിന്ന്. കരിമാപ്പൂവിൻ്റെ ആന, കരിവാപ്പൂ എന്ന് പറയും. അയാളുടെ ആനയെ മേടിച്ചു. TRC അതൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ട് ആന നല്ല ആനയെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചു. അത് കുറച്ചു കാലമൊക്കെ നിന്നു, അതും മരണപ്പെട്ടു. പിന്നെ വലിയ ആന മേടിച്ചത് അവര് കർണനാണ്. പിന്നെ കർണൻ ഇപ്പോൾ ചെരിഞ്ഞല്ലോ.